നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യൻ ചരിത്രത്തിന്റെ ഒരു റിവിഷൻ ക്ലാസ് കഴിഞ്ഞു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിന്റെ റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിലൂടെ മാക്സിമം കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ കണ്ടക്ട് ചെയ്യുന്ന പോൾ വർക്കൗട്ട് പരീക്ഷ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. 3 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ക്ലാസ് കാണുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് മെറ്റീരിയലും ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏത് മെറ്റീരിയലും വായിക്കുക. കൂടെ SCRT കൂടി പഠിച്ചാലും തെറ്റില്ല. ദെൻ അതിനോടൊപ്പം തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ നോട്ട്സ് വായിക്കുക. ഈ 3 കാര്യങ്ങൾ വ്യക്തമായി കൃത്യമായി ചെയ്യണം. അപ്പൊ നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഈ ഒരു ചെറിയൊരു 30 മണിക്കൂർ അല്ലെങ്കിൽ 35 മിനിറ്റ് കൊണ്ട് നമ്മൾ ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യുമെന്ന് പറയാൻ പോവാണ്. ഒന്നുമില്ല, 7 ടോപ്പിക്കാണ് ഈ പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ടോപ്പിക് കവർ ചെയ്യുന്നു. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പശ്ചിമ തീരം എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പശ്ചിമതീരം പഠിക്കുവാണെങ്കിൽ പൂർവ്വതീരം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് പഠിക്കുമല്ലോ. രണ്ടാമത്തെ ടോപ്പിക്ക് പഠിക്കും. പശ്ചിമതീരവും പൂർവ്വതീരം ഈ 2 ടോപ്പിക്കിന്റെയും ഒരു ബേസ് കിട്ടിയാൽ നിങ്ങൾക്ക് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കണ്ടന്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നോളും. അപ്പൊ പശ്ചിമഘട്ടം കിട്ടണം, പൂർവ്വഘട്ടം കിട്ടണം. പിന്നീട് പടിഞ്ഞാറൻ തുറമുഖം എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക്ക് കേരള PSC മത്സര പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ പടിഞ്ഞാറൻ തുറമുഖം ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ഭാഗം ഉണ്ടല്ലോ, കിഴക്കൻ തുറമുഖവും ചോദിക്കും. അങ്ങനെ ഏകദേശം 6ഓളം ടോപ്പിക്ക് നമ്മൾ ഇവിടെ കവർ ചെയ്ത് പോകും. ഇനി ഈ ടോപ്പിക് അല്ലാതെ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങളിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് മറ്റു വസ്തുതകൾ വരുന്നത്. അങ്ങനെ 7 ടോപ്പിക്ക് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മത്സര പരീക്ഷയിൽ 7 ചോദ്യങ്ങൾ ചോദിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു പരീക്ഷയിൽ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് 20 ടോപ്പിക് ഉണ്ടെന്നിരിക്കട്ടെ നമുക്ക് പഠിക്കാൻ. അതിൽ പകുതിയോടനുബന്ധിച്ച് അല്ലെങ്കിൽ പകുതിയോളം നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിച്ചു മാറ്റുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഈ പറയുന്ന ടോപ്പിക് ആദ്യം ഒന്ന് പറയുക. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേറെ ഒന്നുമില്ല, ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു PYQ ഡിസ്കസ് ചെയ്യുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കിഴക്കൻ എന്ന് പറയുന്ന വാക്ക് അങ്ങ് അടിവരയ്ക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നല്ലേ ചോദിക്കുന്നത്. അപ്പൊ കിഴക്കൻ തീരസമതലം എന്ന വാക്ക് അടിവരച്ചു. അപ്പൊ നമുക്ക് വേണ്ടത് എന്തുവാ, കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. 4 ഓപ്ഷൻ കൊടുത്തേപ്പോണ്ട് ഓരോന്നും നമ്മൾ പരിശോധിക്കുക. ഒന്ന്, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. നമുക്ക് തന്നെ ആദ്യമേ തന്നെ കിട്ടി, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് എന്തുള്ളത്, അറബിക്കടലിലുള്ളത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെടാൻ സാധ്യതയില്ല. ഇതാണല്ലോ നമ്മുടെ ലോജിക്ക്. ഈ ലോജിക്ക് വെച്ച് വരുന്ന സമയത്ത് ഈ 4 എണ്ണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനു വേണ്ടിയുള്ള കണ്ടന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ല. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഈ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറയും, ഈ കണ്ടന്റ് ഡിസ്കസ് ചെയ്തതിനു ശേഷം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇതേ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, താഴെ പറയുന്നവയിൽ ഒറ്റപ്പെട്ടതേത്. അപ്പൊ ഒറ്റപ്പെട്ടതേതെന്ന് ചോദിച്ചാൽ കൊടുത്തേക്കുന്ന 4 ഓപ്ഷനിൽ ഒരെണ്ണം ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ബാക്കി 3 എണ്ണത്തിനും ഒരേ സ്വഭാവമായിരിക്കും. അത് സയൻസ് ആയിക്കോട്ടെ, ഇന്ത്യൻ ഹിസ്റ്ററി ആയിക്കോട്ടെ, ഇന്ത്യൻ ജോഗ്രഫി ആയിക്കോട്ടെ, കേരള നവോത്ഥാനം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. 4 ഓപ്ഷൻ കൊടുത്തിട്ട് താഴെ പറയുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ യുക്തി അവിടെ ഉപയോഗിക്കുക. 3 ഓപ്ഷൻ ഒരു സ്ഥലവുമായി അല്ലെങ്കിൽ ഒരു സവിശേഷതയുമായി, ഒരു ഓപ്ഷൻ മറ്റു സവിശേഷതയുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇതാണ് ലോജിക്ക്. അപ്പൊ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അത് LGS പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നതാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ പറഞ്ഞില്ല, അതിലേക്ക് വരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല, നിങ്ങൾ ഒരു ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ബുക്കിനകത്തേക്ക് അല്ലെങ്കിൽ പേപ്പറിലേക്ക് ഒരു V ആകൃതിയിൽ ഒരു രൂപം അങ്ങ് വരയ്ക്കുക. V ആകൃതിയിൽ ഒരു രൂപം അങ്ങ് വരച്ചേ. V ആകൃതിയിൽ ഒരു രൂപം വരച്ചു. ഇത് ഇന്ത്യയുടെ 3 ഭാഗമാണെന്നിരിക്കട്ടെ. ഇന്ത്യയുടെ 3 ഭാഗം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് മുഴുവൻ 4 ഭാഗം ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഇന്ത്യയുടെ 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതായതുകൊണ്ട് ഇന്ത്യ ഒരു എന്തല്ല, ദ്വീപല്ല, മറിച്ച് എന്താണ്, ഉപദ്വീപാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗത്ത് ജലാശയം അല്ലെങ്കിൽ കടൽ ഉണ്ടെന്നൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. തെക്കേ ഭാഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുണ്ട്, നമുക്കറിയാം. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ട്, അത് നമുക്കറിയാം. ഇന്ത്യയുടെ
കിഴക്ക് ഭാഗത്തുണ്ട്, അതും അറിയാം. നമ്മൾ വി പോലെ ഒന്ന് വരച്ചതാണ്. നിങ്ങൾ നിങ്ങളുടെ യുക്തിപരമായിട്ട് എന്ത് വേണമെങ്കിലും വരച്ചോ, അതിനകത്ത് ഒരു വിഷയമില്ല. നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരു വി ഷേപ്പ്, ഇതൊന്നും അല്ല ഇന്ത്യയുടെ ആകൃതി, അത് നിങ്ങൾ രവിവർമ്മയായിട്ട് വരയ്ക്കുവോ, എങ്ങനെ നിങ്ങളുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിനെ എന്ത് ചെയ്തോ നല്ല രീതിയിൽ വരച്ചോ, നോ പ്രോബ്ലം. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വി മോഡൽ ഒരു ഷേപ്പ് ഞാൻ വരച്ചു. ഇതിൽ മുകളിൽ തുടങ്ങുവാണേ, ഇത് ഗുജറാത്ത് ആണെന്നിരിക്കട്ടെ, അത് ഗുജറാത്താണ്. അതിന് താഴെ മഹാരാഷ്ട്രയാണ്. അതിനും താഴെ ഗോവ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. അതിനും താഴെ കർണാടക എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. അതിന് താഴെ പാവയ്ക്ക ആകൃതിയിൽ ആരുണ്ട്? കേരളമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 5ാം ക്ലാസ് മുതലേ നമ്മളോട് അധ്യാപകന്മാരും എല്ലാം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, പാവയ്ക്ക ആകൃതിയിൽ കേരളം ഇങ്ങനെ കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് തന്നെ നമ്മുടെ ലോജിക്കായിട്ട് വരും. ഇനി ഈ വി യോടാണ്ട് ഈ എൻഡിൽ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യും. ആ പോയിന്റ് ആണ് കന്യാകുമാരി. വരച്ചല്ലോ. നിങ്ങളുടെ ബുക്കിനകത്ത് നിങ്ങൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ബുക്കിൽ ഒരു പേപ്പറിൽ ഈ വി ഷേപ്പ് നമ്മൾ വരച്ചു. ഇതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം. ഇതാണ് ലോജിക്ക്, പടിഞ്ഞാറൻ തീരം. ഇനി എണ്ണി പറയാം, ഓരോ കാര്യങ്ങൾ എണ്ണി പറയാൻ പോവാം. അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു സംസ്ഥാനമാണല്ലോ ഗുജറാത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മുടെ കേരളത്തിലെ 14 ജില്ല എടുക്കുക. 14 ജില്ലയിൽ ഈ ക്ലാസ് കാണുന്ന തിരുവനന്തപുരം ജില്ലക്കാരുണ്ടെങ്കിൽ, തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു കടൽ തീരം ഉണ്ടെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരെന്തുമായിരിക്കും? തിരുവനന്തപുരം കടൽ തീരം എന്നായിരിക്കും, തർക്കമില്ല. കൊല്ലം ജില്ലയ്ക്ക് ഒരു തീരം ഉണ്ടെങ്കിൽ, കടൽ തീരം ഉണ്ടെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേര് കൊല്ലം കടൽ തീരം എന്നല്ലേ? അതേപോലെ കേരളത്തിന് ഒരു കടൽ തീരം ഉണ്ടെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേര് എന്തുമായിരിക്കും? പറ, കേരള തീരം എന്നാണ്. ഇനി മറ്റ് 2 സംസ്ഥാനങ്ങൾ വന്നാൽ, ഇപ്പൊ എക്സാമ്പിൾ കേരളത്തിന്റെ തീരവും കർണാടകയുടെ കുറച്ച് തീരവും കൂടെ ചേർന്നാൽ നമുക്ക് കേരള തീരം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കർണാടക തീരം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ലോജിക്ക്. അപ്പൊ ഒരു സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ തീരസമതലത്തിന്റെ പേര് ആ സംസ്ഥാനത്തിന്റെ പേര് മാത്രം, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ അപരനാമങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ആ അപരനാമങ്ങളിലായിരിക്കും അതിനെ അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഒറ്റ ലോജിക്ക് മാത്രം. ഗുജറാത്ത് തുടങ്ങണം, വി ആകൃതി വരച്ചു. ഏറ്റവും മുകളിൽ ഗുജറാത്ത്, താഴെ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. ഇനി അപ്പുറത്തെ സൈഡിലോട്ട് പോയേ, കിഴക്കൻ ഭാഗത്തോട്ട് പോയാൽ കിഴക്കൻ ഭാഗത്ത് നമുക്ക് വേണ്ട ഒന്ന് തമിഴ്നാടാണ്. ഇങ്ങനൊന്നും അല്ല വരയ്ക്കേണ്ടത്, നമുക്കറിയാം, തമിഴ്നാടാണ്. അത് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശാണ്. തെലങ്കാന ഒരു ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തെലങ്കാനയിൽ എന്തില്ല? ഈ പറയുന്ന തീരമില്ല, തീരസമതലില്ല ആന്ധ്രാപ്രദേശ്. അത് കഴിഞ്ഞാൽ ഒഡീഷ, അത് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ, സുന്ദർബൻ ഡെൽറ്റ. ഇതാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ലോജിക്ക്, നമ്മുടെ ലോജിക്ക് ഇതാണ്. വി ആകൃതി നമ്മൾ വരച്ചു. ഇനി ഓരോന്നും ഡിസ്കസ് ചെയ്ത് പോകാൻ വേണ്ടി പോവാം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ, ഈ ഭാഗം മുതൽ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ തീര സമതലത്തിന്റെ പേര്, സമതലം എന്ന് പറഞ്ഞാൽ നിരപ്പായ പ്രദേശത്തിന്റെ പേര്, സമമായ തലം, നിരപ്പായ പ്രദേശത്തിന്റെ പേരാണ് പടിഞ്ഞാറൻ തീര സമതലം. വീണ്ടും ആവർത്തിക്കുന്നു, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന തീരസമതലത്തിന്റെ പേരാണ് എന്ത്? പടിഞ്ഞാറൻ തീര സമതലം. അതുമല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പേര് കൂടി പറയാം, പശ്ചിമ തീര സമതലം എന്നും പറയാം. പശ്ചിമ തീരസമതലം. അപ്പൊ ഈ പശ്ചിമ തീരസമതലം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലം പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥിക്ക് എന്തും പഠിക്കാൻ പറ്റും. പശ്ചിമഘട്ടം എന്താണെന്നും പഠിക്കാൻ പറ്റും. ഇതേ മോഡൽ ഓപ്പോസിറ്റ് അങ്ങ് പഠിച്ചാൽ മതി. പൂർവ്വതീരം, പൂർവ്വഘട്ടം. ഇതാണ് ലോജിക്ക്, നമ്മുടെ ലോജിക്ക്. അപ്പൊ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ, ഒന്നാമത്തെ കോഡാ പറഞ്ഞേ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശത്തിന്റെ പേര് പടിഞ്ഞാറൻ തീരസമതലം അല്ലെങ്കിൽ പശ്ചിമ തീരസമതലം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഗുജറാത്ത് ഉണ്ട്, ഗുജറാത്തിന്റെ വടക്ക്, ഈ ഭാഗം മുതൽ, ഗുജറാത്തിന്റെ വടക്ക് മുതൽ ഗുജറാത്തിന്റെ തെക്ക് വരെയുള്ള ഇത്രയും ഭാഗത്തെ അറിയപ്പെടുന്ന പേര് എന്തുമായിരിക്കും? നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ ഗുജറാത്ത് തീരം എന്ന. ഗുജറാത്തിന്റെ തെക്ക് മുതൽ ഗുജറാത്തിന്റെ വടക്ക് വരെ, നേരെ തിരിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല. മുകളിൽ നിന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഗുജറാത്തിന്റെ വടക്ക് മുതൽ ഗുജറാത്തിന്റെ തെക്ക് വരെ എന്ന് പറയണം. താഴെ നിന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഗുജറാത്തിന്റെ തെക്ക് മുതൽ ഗുജറാത്തിന്റെ വടക്ക് വരെയുള്ള തീരസമതലത്തിന്റെ പേര് ഗുജറാത്ത് തീരം. ക്ലിയർ? അടുത്തത്, മഹാരാഷ്ട്രയ്ക്ക് ഒരു തീരമുണ്ട്, ഗോവയ്ക്ക് ഒരു തീരമുണ്ട്, കർണാടകയ്ക്ക് പകുതി തീരമുണ്ട്. പകുതി തീരം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ പറയാം. ഗുജറാത്ത് പറഞ്ഞു, ഗുജറാത്ത് തീർന്നു. ഇനി മഹാരാഷ്ട്രയുടെ ഈ ഭാഗവും ഗോവയുടെ ഭാഗവും കർണാടകയുടെ പകുതിയും ചേരുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് കൊങ്കൺ തീരം. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. വി ആകൃതി നമ്മൾ വരച്ചു. മഹാരാഷ്ട്ര തീരം പ്ലസ് ഗോവ തീരം പ്ലസ് 1/2 കർണാടക. നമ്മൾ ഇക്വേഷൻ സഹിതം പറഞ്ഞുതരാം.
അപ്പൊ ഗുജറാത്ത് തീരം സമം, രണ്ടാമത്തെ കോഡാണ് പറഞ്ഞു തരുന്നത്. ഗുജറാത്ത് തീരം സമമാണ് പറഞ്ഞേ. ഗുജറാത്ത് തീരം ഇതൊരു മാത്സ് ക്ലാസ്സോ മാത്സ് ആൻഡ് മെന്റലിറ്റി ക്ലാസ് ഒന്നുമല്ല. ഇങ്ങനെയും നിങ്ങൾക്ക് പഠിച്ചു പോവാം. ഗുജറാത്ത് തീരം സമമാണ് ഗുജറാത്തിന്റെ വടക്കൻ തീരം അധികം ഗുജറാത്തിന്റെ തെക്കൻ തീരം. ക്ലിയർ ആണ്. അടുത്തത് കൊങ്കൺ തീരം സമമാണ്. കൊങ്കൺ തീരം സമമാണ് മഹാരാഷ്ട്ര തീരം പ്ലസ് ഗോവ തീരം പ്ലസ് 1/2 കർണാടക. കർണാടകയുടെ പകുതി. കർണാടകയുടെ പകുതി. ഇത്രയും ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് കൊങ്കൺ തീരം. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം അത് 3 ഏതൊക്കെയാണെന്ന് എണ്ണിപ്പറ. മഹാരാഷ്ട്ര ഉണ്ട്, ഗോവയുണ്ട്, കർണാടകയുണ്ട്. അവിടെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൊങ്കൺ റെയിൽവേയുടെ ഗുണഭോക്താ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിക്കും. നമ്മൾ കേരള ജോഗ്രഫി എടുത്ത സമയത്ത് പ്രധാനപ്പെട്ട ടോപ്പിക് പഠിച്ചായിരുന്നു. ഈ ശ്രീധരനെ പറ്റി, മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരനെ പറ്റി പഠിച്ചപ്പം കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 3. അത് മഹാരാഷ്ട്ര, ഗോവ, കർണാടക. പക്ഷേ കൊങ്കൺ റെയിൽവേയുടെ ഗുണഭോക്താ സംസ്ഥാനങ്ങളുടെ എണ്ണം അത് 4. ആരും ഉൾപ്പെടും? കേരളവും ഉൾപ്പെടും. ഓക്കെ ആണല്ലോ. അപ്പൊ കൊങ്കൺ തീരത്തിന്റെ ഇക്വേഷൻ സഹിതം കിട്ടിയല്ലോ. കൊങ്കൺ തീരം സമം മഹാരാഷ്ട്ര തീരം അധികം ഗോവ തീരം അധികം കർണാടകയുടെ പകുതി. ഇനി ബാക്കിയുള്ളത് എന്താ? കർണാടകയുടെ ബാക്കി പകുതി മുതൽ, കർണാടകയുടെ ഹാഫ് 1/2 കർണാടക, കർണാടകയുടെ പകുതി മുതൽ കേരള തീരത്തെ വരെ അറിയപ്പെടുന്ന പേരാണ് മലബാർ തീരം. 3 തീരങ്ങൾ കിട്ടി. അപ്പൊ ഗുജറാത്ത് തീരം, കർണാടക തീരം എന്ന് പറയരുത്, ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഈ 3 തീരങ്ങൾ എവിടെയാ? അത് പടിഞ്ഞാറ, പശ്ചിമ തീരവ, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താ. അപ്പൊ ഇത് 3 ഒരു സൈഡിൽ അല്ലെങ്കിൽ ഓപ്ഷനിൽ ഈ 3 കൊടുത്തിട്ട് വേറെ എവിടുന്നെങ്കിലും എടുത്തുകൊണ്ട് വരുമോ? കിഴക്കൻ ഭാഗത്ത് ഏതെങ്കിലും തീരസമതലം എടുത്തുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കും താഴെ പറയുന്നതിൽ ഒറ്റപ്പെട്ടത് ഏത്? അപ്പൊ കുഴഞ്ഞു പോരുത്. ഇത്തരം കാര്യങ്ങൾ ഓക്കെയാണോ? ഇതാണ് 3ാമത്തെ കോഡ്. അപ്പൊ ഗുജറാത്ത് തീരം 1ാമത്തെ കോഡ്, 2ാമത്തെ കോഡ് കൊങ്കൺ തീരം, 3ാമത്തെ കോഡ് മലബാർ തീരം. ഇക്വേഷൻ സഹിതം ഓർത്തു വെക്കണം. വേറെ ഒന്നുമില്ലെന്നേ. ഗുജറാത്ത് തീരം സമമാണ് ഗുജറാത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെ. then കൊങ്കൺ തീരം ഈക്വൽ ടു മഹാരാഷ്ട്ര തീരം പ്ലസ് ഗോവ തീരം പ്ലസ് 1/2 കർണാടക, കർണാടകയുടെ പകുതി. അല്ലെങ്കിൽ ഇനി ഇച്ചിരി ഡെപ്തിൽ പഠിക്കുന്ന ആളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നു, കർണാടകയുടെ ഏതു ഭാഗം വരെ? കർണാടകയുടെ വടക്കൻ തീരം വരെ. അതാണ് കൊങ്കൺ തീരം. ഇനി കർണാടകയുടെ തെക്ക് മുതൽ, കർണാടകയുടെ അടിഭാഗം, കർണാടകയുടെ തെക്ക് മുതൽ കേരള തീരം ഉൾപ്പെടെയുള്ള ഭാഗത്തെ അറിയപ്പെടുന്ന പേര് മലബാർ തീരം എന്ന. ഈ 3 തീരങ്ങൾ കിട്ടിയല്ലോ. ഇനി അതിന്റെ SCERT ഏരിയ ആണ് ഇനി കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി SCERTയിൽ കൊടുത്തേക്കുന്ന വസ്തുത പറഞ്ഞുതരാം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. 2ാമത്തെ പ്രത്യേകത, വീതി കുറവ്. താരതമ്യേന വീതി കുറവെന്നാണ് സ്കൂൾ ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെ അപേക്ഷിച്ച് ഈ ഭാഗം, അതായത് കിഴക്കൻ ഭാഗത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ ഭാഗം എന്നല്ലേ താരതമ്യേന എന്ന് പറയുന്നത്. അപ്പൊ താരതമ്യേന എന്ത് കുറവാ? വീതി കുറവാ. ഓക്കെ. 3ാമത്തെ പ്രത്യേകത, അഴിമുഖങ്ങൾ, കായലുകൾ, ലഗൂണുകൾ എന്നിവയുടെ രൂപീകരണം കൂടുതലായി സാധ്യമാകുന്നത് ഈ പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. അതുകൊണ്ടാണ് ലഗൂണുകളുടെ നാട് എന്ന് ആരെ അറിയപ്പെടുന്നത്? കേരളത്തെ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ലഗൂൺ എന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ SCERT ഏരിയ ഡിസ്കസ് ചെയ്യുമ്പം ബാർക്കെൻസ്, ലഗൂണ് തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിക്കും. അതൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം ഓരോ ടോപ്പിക്ക് തീർത്ത് പോവാം. അപ്പൊ പടിഞ്ഞാറ് ഏരിയ ക്ലിയർ ആണോ? ഒന്നുമില്ലെന്നേ. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ പശ്ചിമ തീരം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരം. ഇനി നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. എന്തോന്നറിയോ? പശ്ചിമഘട്ടം. വീണ്ടും ലോജിക്ക്, ഇതേ ലോജിക്ക് പഠിച്ചാൽ ഓപ്പോസിറ്റ് കിട്ടിയാൽ മതി. പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ്ട് ഇവിടെ തുടങ്ങണം. ഇവിടെ തുടങ്ങി മല പോലെ ഉയർന്നു നിൽക്കുക, ഇവിടെ അവസാനിക്കണം. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ അവസാനിക്കണം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരയുടെ പേരാണ് പശ്ചിമഘട്ടം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്നു? എണ്ണി പറയാം. പശ്ചിമഘട്ടം ഗുജറാത്തിലുണ്ട്. ആ ഒരു ഓർഡർ ഇങ്ങോട്ട് പറഞ്ഞു തന്നാൽ മതി. പശ്ചിമഘട്ടം ഗുജറാത്തിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ഗോവയിലുണ്ട്, കർണാടകയിലുണ്ട്, പിന്നെ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിലെ നീലഗിരി വരെ വ്യാപിച്ചു കിടക്കുക. അപ്പം 6 സംസ്ഥാനങ്ങൾ. ഇതേ ലോജിക്ക് ഓപ്പോസിറ്റ് കിട്ടിയോ? അടുത്ത ലോജിക്കിലേക്ക് വരിക. വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ മുതൽ
വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് വിശേഷം ഈ പോലെ വരച്ചിട്ടാണ് ഈ കണ്ടന്റുകളെല്ലാം പറഞ്ഞിരുന്നത്. നോട്ട്സ് എഴുതല്ലേ, വെയിറ്റ് ചെയ്യും. നോട്ട്സ് നിങ്ങൾക്ക് PDF ആയിട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്യും. നോട്ട്സ് എഴുതി പോവുകയേ വേണ്ട. മിക്ക ആളുകളും താഴെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് നോട്ട്സ് തരണേ, കുറച്ച് നോട്ട്സ് പ്രിന്റ് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഈ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ എല്ലാം പോയി കളയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പ്രിന്റർ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോട്ടോ കോപ്പി കടക്കാരന് ഒരു 1000 രൂപ 1500 രൂപ കൊടുത്ത് നിങ്ങളൊരു പരുവാവും. അതുകൊണ്ട് നോട്ട്സ് എഴുതിയേ വേണ്ട, നിങ്ങളൊന്ന് വായിച്ചു വെക്ക്, എന്നിട്ട് മത്സര പരീക്ഷയ്ക്ക് പോകും. ധൈര്യമായിട്ട് പോകും. നിങ്ങൾ നോട്ട്സ് എഴുതി പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പഠിപ്പിക്കുക. നോട്ട്സ് എഴുതിയാലേ പഠിക്കാൻ പറ്റൂ, നോട്ട്സ് എഴുതി മാറ്റിയാലേ പഠിക്കാൻ പറ്റൂ. മാത്സ് നിങ്ങൾ ചെയ്ത് പഠിച്ചു, അത് മാത്സിന് ഉറപ്പ് തരുന്നു, മാത്സ് ചെയ്ത് പഠിക്കണം. ഇപ്പൊ ഇംഗ്ലീഷ് നിങ്ങളൊരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ ഓക്കെ ചെയ്ത് പഠിച്ചു. GK ആവർത്തിച്ച് വായിക്ക്, ജോഗ്രഫി ആവർത്തിച്ച് വായിക്ക്. ഞാൻ വരച്ചു തരുന്നുണ്ട്, അതൊന്ന് V ഷേപ്പിൽ ഒന്ന് വരച്ചാൽ മാത്രം മതിയെന്നേ. ഓക്കെ, അപ്പൊ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തുടങ്ങി കന്യാകുമാരിയിൽ അവസാനിച്ചു. പടിഞ്ഞാറൻ തീരസമതലം. അടുത്തത് വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റയിൽ തുടങ്ങണം, തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കണം. അതിനെ അറിയപ്പെടുന്ന പേരാണ് കിഴക്കൻ തീരസമതലം. അതുമല്ലെങ്കിൽ എന്ത്? പൂർവ്വ തീരസമതലം. അതിൽ ഒന്നാമത്തെ പൂർവ്വ തീരസമതലം തമിഴ്നാടിന്റെ തീരവും ആന്ധ്രാപ്രദേശിന്റെ പകുതിയും, ഇത്രയും ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് കോറമാൻഡൽ തീരം. ഇക്വേഷൻ സഹിതം പറഞ്ഞുതരാം. കോറമാൻഡൽ തീരം സമമാണ് തമിഴ്നാട് തീരം പ്ലസ് 1/2 ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ പകുതി വരെ എന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരം വരെ. ഓക്കെ ആണോ? അതാണ് കോറമാൻഡൽ തീരം. മിക്ക പരീക്ഷയും ചോദിക്കുന്ന ചോദ്യം എന്തോന്നറിയോ? കോറമാൻഡൽ തീരം ഇന്ത്യയുടെ ഏത് ഭാഗത്താ സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താ സ്ഥിതി ചെയ്യുന്ന കോറമാൻഡൽ തീരം. ക്ലിയർ ആണ്? അടുത്തത് ആന്ധ്രാപ്രദേശിന്റെ വടക്ക്, അതായത് ഈ ആന്ധ്രാപ്രദേശിന്റെ വടക്ക് മുതൽ വെസ്റ്റ് ബംഗാളിന്റെ വടക്ക് വരെയുള്ള പ്രദേശത്തിന്റെ പേരാണ് വടക്കൻ സർക്കാർസ്. വീണ്ടും ആവർത്തിക്കുന്നു, ആന്ധ്രാപ്രദേശിന്റെ വടക്ക് മുതൽ വെസ്റ്റ് ബംഗാളിന്റെ വടക്ക് വരെയുള്ള പ്രദേശത്തെ അറിയപ്പെടുന്ന പേര് വടക്കൻ സർക്കാർസ്. പേര് തന്നെ പഠിക്കാനുണ്ട്. വടക്ക് മുതൽ വടക്ക് വരെ, ആന്ധ്രാപ്രദേശിന്റെ വടക്ക് മുതൽ വെസ്റ്റ് ബംഗാളിന്റെ വടക്ക് വരെയുള്ള ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് വടക്കൻ സർക്കാർസ്. ഇതിനിടയ്ക്ക് മറ്റൊരു തീരസമതലം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. ഒഡീഷ തീരം, അല്ലെങ്കിൽ ഉത്കൽ തീരം, അതുമല്ലെങ്കിൽ കലിംഗം തീരം. ഇത്രയും ടോപ്പിക് കിട്ടി. ഇക്വേഷൻ സഹിതം എടുത്തോളാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങളോടാണ്, പശ്ചിമ തീരവും പൂർവ്വ തീരവും കൂടിച്ചേരുന്ന സ്ഥലം ഏതാ? അത് കന്യാകുമാരിയ. പശ്ചിമ തീരവും പൂർവ്വ തീരവും കൂടിച്ചേരുന്ന സ്ഥലം കന്യാകുമാരിയ. കേപ്പ് ഓഫ് കാമറിൻ എന്നറിയപ്പെടുന്നത് കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തെ ജില്ല, ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ, വിവേകാനന്ദ പാറ, തിരുവള്ളുവർ പ്രതിമ എന്നിവ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയുമായി ബന്ധപ്പെട്ട് മിക്ക പരീക്ഷയ്ക്കും LGS പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ഉദയവും അസ്തമനവും ഒരേപോലെ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക സ്ഥലമാണേത്? കന്യാകുമാരി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ ഉല്ലാസയാത്ര അല്ലെങ്കിൽ പഠനയാത്രയ്ക്ക് പോകുമ്പോൾ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത് കന്യാകുമാരി പോകണം. ഇപ്പൊ രാവിലെ പോയി കഴിഞ്ഞാൽ അവിടെ കന്യാകുമാരി പോയി കഴിഞ്ഞാൽ ഉദയം കാണാം. അവിടെ തന്നെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകിട്ടായി കഴിഞ്ഞാൽ അസ്തമനവും കാണാം. ഇതാണ് കന്യാകുമാരിയുടെ ഒരു പ്രത്യേകത. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ ചില ആളുകൾ വിചാരിക്കും, അതെന്താ എന്റെ വീട്ടിൽ ഇരുന്ന ഉദയവും കാണാം, എന്റെ വീട്ടിൽ ഇരുന്ന അസ്തമനം കണ്ടൂടെ? കണ്ടോ? ഉദയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു വരണം, അസ്തമനം എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന ഈ ഒരു 2 പ്രോസസ് അല്ലെങ്കിൽ ഒരു കാഴ്ച കാണണമെങ്കിൽ ഇവിടെ തന്നെ പോകണം, കന്യാകുമാരി. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ലോജിക്കിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, അതൊന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് വേണ്ട ഇത്രയും കാര്യങ്ങൾ കിട്ടിയേ. ഇനി ഒരു ചോദ്യം കൂടെ നിങ്ങളോട് ചോദിക്കുക. പശ്ചിമ തീരം കിട്ടി, പൂർവ്വ തീരം കിട്ടി, പശ്ചിമഘട്ടം പറഞ്ഞ് ഇനി അതേപോലെ എന്തുണ്ട്? പൂർവ്വഘട്ടമുണ്ട്. പൂർവ്വഘട്ടം ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരയുടെ പേരാണ് എന്ത്? ഈ പറഞ്ഞ പൂർവ്വഘട്ടം. പൂർവ്വഘട്ടം എത്ര സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്നു എണ്ണി പറയാം. വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ, ദെൻ ഒഡീഷ, അതിനുശേഷം ആന്ധ്രാപ്രദേശ്, അതിനുശേഷം ഒരു സംസ്ഥാനം കൂടെ തമിഴ്നാട്. 4 സംസ്ഥാനം. അപ്പൊ അവിടെ 6ഉം 4ഉം കൂട്ടുമ്പോ എന്ത് എടുക്കാവൂ? 9 പറയാവൂ. കാരണം എന്താണെന്നറിയാവോ? തമിഴ്നാട് 2 തവണ വരുന്നുണ്ട്. ഇന്ത്യയിലെ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം പറയുമ്പോൾ 10 എന്നാണോ നമ്മൾ പറയുന്നത്? ഇന്ത്യയിലെ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം പറയുമ്പോൾ 9 പറയൂ. അപ്പൊ പശ്ചിമ തീരവും പൂർവ്വ തീരവും കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് 9. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാലും ഉത്തരം 9 ആണ്. ഒന്ന് ഓർത്തു വെക്കുക. അതിൽ പശ്ചിമഘട്ടം മാത്രം ഞാൻ പറഞ്ഞു 6 സംസ്ഥാനം, പൂർവ്വഘട്ടം മാത്രം ഞാൻ പറഞ്ഞു 4 സംസ്ഥാനം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടി ചേരുന്ന സ്ഥലം ഏതാണ്? അത് നീലഗിരിയാണ്. നമ്മളെ കുഴപ്പിച്ച് കളയും. പശ്ചിമ തീരവും
പൂർവ്വ തീരവും കൂടി ചേർന്ന സ്ഥലമാണേത്? കന്യാകുമാരി. ഇനി ഇതിന്റെ കണ്ടന്റിലേക്ക് നമ്മൾ പോവുകയാണ്. SCRT പാഠഭാഗ വസ്തുതയുമായി ബന്ധപ്പെട്ട്. SCRTയിൽ പടം സഹിതം കൊടുത്തേപ്പോൾ ഞാൻ ഈ പറഞ്ഞ അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. നമ്മൾ ഈ പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടേ? കച്ച് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഗുജറാത്തിൽ അത്രേ ഭാഗത്തെ അറിയപ്പെടുന്ന പേര് ഗുജറാത്ത് തീരം എന്ന. ഗുജറാത്ത് തീരത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, കത്തിയവാർ തീരം എന്നും ഗുജറാത്ത് തീരത്തെ അറിയപ്പെടുന്നുണ്ട്. അതിനുശേഷം താഴെയാണ്ട് കൊങ്കൺ തീരം. കൊങ്കൺ തീരം മഹാരാഷ്ട്ര തീരമുണ്ട്, അതിനകത്ത് ഗോവ തീരമുണ്ട്. പിന്നീട് ആരുണ്ട്? മഹാരാഷ്ട്ര തീരം, ഗോവ തീരം, കർണാടകയുടെ പകുതി. പിന്നീട് ഈ പറയുന്ന കർണാടകയും കേരളവും ഉൾപ്പെടെയുള്ള ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് മലബാർ തീരം. താണ്ട് ഇത്രയും ഭാഗം മലബാർ തീരം. ക്ലിയർ ആണോ? ഓരോ ഭാഗം പറഞ്ഞേ. ദാണ്ട തുടക്കം മുതൽ ഈ ഭാഗം വരെ ഗുജറാത്ത് തീരം എന്ന് പറഞ്ഞു, ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ കൊങ്കൺ തീരവും നമ്മൾ പറഞ്ഞു. പിന്നീട് അടുത്തത് കിഴക്കൻ ഭാഗത്തുള്ളതാണ്ടേ തമിഴ്നാടിന്റെ ഈ ഭാഗവും ആന്ധ്രാപ്രദേശിന്റെ പകുതിയും കോറമാൻഡൽ തീരം. അതിനുശേഷം ഇതാണ് നോർത്തേൺ സിർക്കാർസ് ആന്ധ്രാപ്രദേശിന്റെ വടക്ക് മുതൽ പശ്ചിമ ബംഗാളിന്റെ വടക്ക് വരെ. പിന്നീട് അതിനിടയ്ക്ക് ആരുണ്ട്? ഒഡീഷ തീരം എന്നറിയപ്പെടുന്ന ഉത്കൽ തീരമുണ്ട്. ഉത്കൽ തീരത്തിന് മറ്റൊരു പേരാണ് കലിംഗം തീരം. ഈ കഴിഞ്ഞ LPSI UPSI പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉത്കൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാ, അല്ലെങ്കിൽ കലിംഗം എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാ? ഒഡീഷയല്ല, ഇന്ത്യയുടെ ആത്മാവ്, സോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന ഒഡീഷ സംസ്ഥാനത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഉത്കൽ തീരം അല്ലെങ്കിൽ കലിംഗം തീരം സ്ഥിതി ചെയ്യുന്നത്. എയർപോർട്ടും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത SCRTയിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റിലേക്ക് വരാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത അല്ലാതെ ഒരൊറ്റ പോയിന്റ് പോലും നമ്മൾ അഡീഷണൽ പറയുന്നില്ല. പശ്ചിമ തീരസമതലം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറഞ്ഞാൽ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. ശരിയോ തെറ്റോ നിങ്ങൾ തന്നെ പറ. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ. ശരിയോ തെറ്റോ? ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. പശ്ചിമ തീരസമതലം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് കായലുകള്, അഴിമുഖങ്ങള്, ലഗൂണുകൾ എന്നിവ കാണപ്പെടുന്നത് എവിടെയാണ്? കൂടുതലായി കാണപ്പെടുന്നത് പശ്ചിമ തീരസമതലത്തിലാണ്. അതുകൊണ്ടാണ് ലഗൂണുകളുടെ നാടെന്ന് ആരെ അറിയപ്പെടുന്നത്? കേരളത്തെ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ പ്രത്യേകത താരതമ്യേന വീതി കുറവ്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, വീതി കുറവ്, താരതമ്യേന വീതി കുറവ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന പശ്ചിമ തീരസമതലം അല്ലയോ, ഏതൊക്കെ ഭാഗത്തിനിടയിലാ സ്ഥിതി ചെയ്യുന്നത് നോക്ക്. പശ്ചിമഘട്ടം, ഇവിടെ പശ്ചിമഘട്ടമുണ്ട്, ഈ ഭാഗത്ത് പശ്ചിമഘട്ടമുണ്ട്, അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പശ്ചിമ തീരസമതലം എന്നറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട, അതിൽ SCRTയിൽ ഉൾപ്പെടാത്ത ഒരു കണ്ടന്റ് കൂടി പറഞ്ഞു തരുന്നു. താഴ്ന്നു പോയ സമതലം എന്ന വിശേഷണം കൂടിയുള്ള സമതലമാണ് പശ്ചിമ തീര സമതലം. താഴ്ന്നു പോയ സമതലം, അത് SCRTയിൽ ഇല്ല, അഡീഷണൽ കണ്ടന്റ് ആണ്. ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി, ഡീറ്റെയിൽ നമുക്ക് വേണ്ട. അടുത്തത് ഇനി ഈ പറയുന്ന കണ്ടന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട അടുത്ത കണ്ടന്റിലേക്ക് പോവാം. ഇതാണ്ട് ഓപ്പോസിറ്റ് ഭാഗം ഗുജറാത്ത് തീരം. അതായത് ഈ പറഞ്ഞ പടിഞ്ഞാറൻ തീരത്തുള്ള ഓരോ തീരങ്ങളെ പറ്റി ഈ കോഡ് സഹിതം പറഞ്ഞു തരുക. ഗുജറാത്ത് തീരത്തിന്റെ മറ്റൊരു പേരാണ് കത്തിയവാർ തീരം. അപ്പൊ ഗുജറാത്ത് തീരം അല്ലെങ്കിൽ കത്തിയവാർ തീരം സമമാണ് ഗുജറാത്തിന്റെ വടക്കൻ തീരം അധികം ഗുജറാത്തിന്റെ തെക്കൻ തീരം. ക്ലിയർ ആണ്. അടുത്തത് കൊങ്കൺ തീരം സമം മഹാരാഷ്ട്ര തീരം അധികം ഗോവ തീരം അധികം 1/2 കർണാടകയുടെ പകുതി. അടുത്തത് മലബാർ തീരം മലബാർ തീരം സമം 1/2 കർണാടക പ്ലസ് കേരള തീരം. ഇത്തരം കാര്യങ്ങൾ കിട്ടിയല്ലോ. കർണാടകയുടെ പകുതിയും കേരള തീരവും. അപ്പൊ 3 തീരങ്ങൾ എവിടെയുള്ളയാ? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഇത് 3ഉം ഇവിടെയുള്ള ഇന്ത്യയുടെ ഏതു ഭാഗത്ത്? പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് കിട്ടിയല്ലോ. അടുത്തത് പൂർവ്വ തീര സമതലം അല്ലെങ്കിൽ കിഴക്കൻ തീര സമതലം. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടന്റ് തന്നെ. സുന്ദർബൻ ഡെൽറ്റ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയുടെ പേരാണ് സുന്ദർബൻ ഡെൽറ്റ. സുന്ദരി കണ്ടൽക്കാടുകൾക്ക് പ്രസിദ്ധമായ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. സുന്ദരി വനം പറഞ്ഞാണ് സുന്ദർബൻ ആകുന്നത്. സുന്ദരി കണ്ടൽക്കാടുകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു ഭൂപ്രദേശമാണ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ. സുന്ദർബൻ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയാണ് പൂർവ്വ തീര സമതലം അല്ലെങ്കിൽ കിഴക്കൻ തീര സമതലം. ആകൃതിയിൽ പടം വരെ വരച്ചു കാണിച്ചു. രണ്ടാമത്തെ പ്രത്യേകത ഡെൽറ്റകൾ കാണപ്പെടുന്നു. അപ്പൊ ഡെൽറ്റകളുടെ രൂപീകരണം കൂടുതലായി നടക്കുന്നത് ഏത് തീരസമതലത്തിലാണ്? പൂർവ്വ തീര സമതലത്തിലാണ്. അടുത്തത് പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ്ട് പൂർവ്വഘട്ടം, ഇതാണ് പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ഈ പൂർവ്വഘട്ടത്തിനും ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ പറയുന്ന ഏത്? പൂർവ്വ തീര സമതലം. അതുമല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞേക്കുന്ന കിഴക്കൻ തീര സമതലം. ഓക്കെ ആണോ? ദെൻ താരതമ്യേന വീതി കൂടുതൽ
താരതമ്യേന വീതി കൂടുതൽ. അപ്പൊ താരതമ്യേന വീതി കുറഞ്ഞതുണ്ട്, വീതി കൂടുതൽ. ഇവിടെ എന്താണ്? വീതി കൂടുതലാണ് ഏറ്റവും. അവിടെ നമ്മൾ എന്തുവാ? താഴ്ത്തപ്പെട്ട സമതലം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്തുവായിരിക്കും? ഉയർത്തപ്പെട്ട സമതലം. അപ്പൊ പൂർവ്വതീര സമതലം ഒരു ഉയർത്തപ്പെട്ട സമതലവും പശ്ചിമതീര സമതലം ഒരു താഴ്ത്തപ്പെട്ട സമതലമാണെന്ന് മാത്രം ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അതിനകത്ത് 3 തീരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് കോറമൻഡൽ തീരം. കോറമൻഡൽ തീരം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് തീരം അധികം ആന്ധ്രാപ്രദേശിന്റെ പകുതി 1/2 ആന്ധ്രാപ്രദേശ്. അടുത്തത് വടക്കൻ സർക്കാർസ്. വടക്കൻ സർക്കാർസ് സമമാണ് ആന്ധ്രാപ്രദേശിന്റെ വടക്ക് മുതൽ പശ്ചിമ ബംഗാളിന്റെ വടക്ക് വരെ. അവിടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ ഈ പടത്തിൽ ഈ ഒരു പോയിന്റ് കണ്ടോ? ഈ പോയിന്റ് ഞാൻ അവിടെ വലിയതായിട്ട് സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ഇതൊരു പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ കോറമാൻഡൽ തീരത്തിന്റെയും, ഇതാണ് ഈ തീരത്തിന്റെയും കോറമാൻഡൽ തീരത്തിന്റെയും വടക്കൻ സർക്കാർസും കൂടിച്ചേരുന്ന സ്ഥലത്തിന്റെ പേരാണ് ഫാൾസ് ഡെവി പോയിന്റ്. അതാണ് ഈ പോയിന്റ്, മറക്കല്ലേ. ഈ പോയിന്റിനെ അറിയപ്പെടുന്ന പേരാണ്, ഞാൻ സർക്കിൾ ചെയ്യുന്നുണ്ട്, ഈ പോയിന്റിനെ അറിയപ്പെടുന്ന പേരാണ് ഫാൾസ് ഡെവി പോയിന്റ്. ഡിഗ്രി മത്സര പരീക്ഷയ്ക്ക് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, ഞാൻ പറഞ്ഞ കണ്ടന്റ് മറക്കരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പോൾ ഓർത്തു വെക്കണേ, വടക്കൻ സർക്കാർസ് എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിന്റെ വടക്ക് മുതൽ പശ്ചിമ ബംഗാളിന്റെ വടക്ക് വരെ. അതുകൊണ്ട് വടക്ക് മുതൽ വടക്ക് വരെ അങ്ങനെങ്കിലും ഒന്ന് ഓർത്തു വെക്കാം. അതുകൊണ്ടൊന്നും അല്ല, വടക്ക് മുതൽ വടക്ക് വരെ വടക്കൻ സർക്കാർസ്. നമുക്കൊരു മാർക്ക് കിട്ടിയാൽ മതി എന്നേ. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഓരോരോ മാർക്ക്, നമ്മളിലെ ഉറുമ്പ് അരിമണി ഇങ്ങനെ ശേഖരിച്ച് വരുന്നോണം ഓരോ മാർക്കും ശേഖരിച്ച് ഒരു 80-85 റേഞ്ച് ആകുമ്പോൾ നമ്മൾ നിർത്തുക പരിപാടി നിർത്തി നമ്മൾ ഹാൾ ടിക്കറ്റ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന OMR ഷീറ്റ് കൊടുത്ത് നമ്മൾ പുറത്തിറങ്ങി നമുക്ക് സമാധാനമായിട്ട് വീട്ടിൽ വന്നിരിക്കാം. ആൻസർ കീ നോക്കി ടെൻഷൻ ആവണ്ട. അയ്യോ എന്റെ റാങ്ക് ലിസ്റ്റ് എവിടെ ആകും, എന്റെ റാങ്ക് അയ്യോ ഫ്രണ്ടിലാകുമോ ബാക്കിലാകുമോ ടെൻഷനേ വേണ്ട. 85-90 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്ന രീതിയിൽ അങ്ങ് പഠിക്കുക. 100-ൽ 100 എഴുതണമെന്നല്ല ഞാൻ പറയുന്നത്, 90 മാർക്ക് റേഞ്ച് ചെയ്ത് നമ്മളങ്ങ് പഠിക്കുക. പഠിക്കുന്നതിൽ തെറ്റില്ലല്ലോ, പഠിക്കുന്നതിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ എഫേർട്ടാണ്. മാർക്ക് കൂടുതൽ കിട്ടുമോ കുറവ് കിട്ടുമോ അതൊക്കെ നമ്മുടെ എഫേർട്ടിന്റെ വാല്യൂ പോലെ ഇരിക്കും. ഓക്കെ, വടക്കൻ സർക്കാർസ് കിട്ടിയല്ലോ. അടുത്തത് ഒഡീഷ തീരത്തിന്റെ മറ്റൊരു പേര് ഉത്കൽ തീരം, അതുമല്ലെങ്കിൽ കലിംഗം തീരം. അവിടെ ഒരു ചോദ്യമുണ്ട്, കലിംഗ പീസ് പ്രൈസ് കൊടുക്കുന്നത് യുനെസ്കോയും ഒഡീഷ ഗവൺമെന്റും കൂടെ. കലിംഗ തീരം അത് ഓർത്തു വെക്കുക. കലിംഗ തീരം പറഞ്ഞപ്പം അതിന്റെ ഒരു ടേം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യം പശ്ചിമ തീരം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 2 തീരം താണ്ടെ, പശ്ചിമ തീരവും പൂർവ്വ തീരവും കൂടി ചേർന്ന സ്ഥലം കന്യാകുമാരിയാണ്. കേപ്പ് ഓഫ് കാമറൻ എന്നറിയപ്പെടുന്ന കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയിൽ നല്ല പറയേണ്ടത് തെക്കേ അറ്റത്തെ ജില്ലയെന്നാണ് പറയേണ്ടത് കേട്ടോ. ഒന്ന് തിരുത്തി പഠിക്കണേ. തെക്കേ, ഞാൻ PDF-നകത്ത് തിരുത്തി തരാം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ല, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ, ഈ 2 എണ്ണം ഒന്ന് തിരുത്തി പഠിക്കുക. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ല, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ. വിവേകാനന്ദ പാറ, തിരുവള്ളുവർ പ്രതിമ എന്നിവ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കന്യാകുമാരിയാണെന്ന് പറഞ്ഞു. ഉദയവും അസ്തമനവും ഒരേപോലെ കാണാൻ പറ്റുന്ന, ഒരേപോലെ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക സ്ഥലം കൂടിയാണ് ഈ പറയുന്ന കന്യാകുമാരി. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് മറക്കരുത്, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേർന്ന സ്ഥലം ഏതാണ്? അത് നീലഗിരി, തമിഴ്നാട്ടിലെ നീലഗിരിയാണ് നീലമല എന്നറിയപ്പെടുന്നത്. കഴിഞ്ഞ കൊല്ലം ജില്ലാ VFA പരീക്ഷയുടെ ചോദ്യമാണ്, നീലമല എന്നറിയപ്പെടുന്ന മലനിര ഏതാണ്? അത് നീലഗിരിയാണ്. ഇനി നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നല്ലോ, എന്തുവാ? ഫാൾസ് ഡെവി പോയിന്റ്. ഫാൾസ് ഡെവി പോയിന്റ് എന്ന് പറഞ്ഞാൽ കോറമാൻഡൽ തീരവും വടക്കൻ സർക്കാർസ് എന്നിവ കൂടിച്ചേർന്ന സ്ഥലത്തിന്റെ പേരാണ് ഫാൾസ് ഡെവി പോയിന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ പറയുന്ന ഫസ്റ്റ് ചോദ്യത്തിന്റെ ആൻസർ നമ്മളിലേക്ക് വരണം. അത് നിങ്ങൾ കമന്റ് ചെയ്യുവാണെങ്കിൽ അത്രേ സന്തോഷം. കമന്റ് ചെയ്യുന്നതോടൊപ്പം ഞാൻ ആൻസർ അങ്ങ് പറഞ്ഞേക്കാം. ഇനി നിങ്ങൾ ചിലപ്പോൾ പറയും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയരുത്, അതിനുവേണ്ടി പറഞ്ഞു തരുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നല്ലേ ചോദിച്ചേക്കുന്നത്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞു അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണോ കിഴക്കൻ തീര സമതലം? അപ്പം തെറ്റ്. അപ്പൊ ഇതങ്ങ് തെറ്റിപ്പോയി. രണ്ടാമത്തെ, താരതമ്യേന വീതി കുറവ്. കിഴക്കൻ തീര സമതലത്തിൽ എന്ത് കൂടുതലാ? വീതി കൂടുതലാ. അപ്പൊ ഇത് തെറ്റ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന തെറ്റ്, രണ്ടാമത്തെ പ്രസ്താവനയും തെറ്റ്. മൂന്നാമത്തെ പ്രസ്താവന നോക്കിയേ, ഡെൽറ്റകൾ കാണപ്പെടുന്നു. കിഴക്കാണ് സുന്ദർബൻ ഡെൽറ്റ ഉള്ളത്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ഈ പറയുന്ന കോറമാൻഡൽ തീരവും ഈ പറയുന്ന വടക്കൻ സർക്കാർസും ഈ പറഞ്ഞ ഒഡീഷ തീരം ഉൾപ്പെടുന്ന കിഴക്കൻ ഭാഗത്താണ് ഡെൽറ്റകൾ ഉണ്ടാവുന്നത്. അപ്പൊ അത് ശരിയാ. സുന്ദര വനപ്രദേശം, PSC ചോദിച്ച ചോദ്യമാണ്. സുന്ദര വനപ്രദേശം എന്ന് പറഞ്ഞാൽ സുന്ദരി കണ്ടൽക്കാടുകൾക്ക് പ്രസിദ്ധമായ സുന്ദർബൻ വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയും ശരിയായ ഓപ്ഷൻ ഏതാണോ അതായിരിക്കും ആൻസർ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. ക്ലിയർ ആണേ?
പഠിപ്പിച്ചതിന് ശേഷം ആൻസർ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തത്, താഴെ പറയുന്നവയിൽ ഒറ്റപ്പെട്ടത് ഇത്. നിങ്ങൾ തന്നെ പറ. ഇതിനകത്ത് ഓരോ തീരവും ഞാൻ പറഞ്ഞു തരുക. കൊങ്കൺ തീരം പടിഞ്ഞാറ്, മലബാർ തീരം പടിഞ്ഞാറ്, ഗുജറാത്ത് തീരം പടിഞ്ഞാറ്. അപ്പൊ ഉത്കൽ തീരം മാത്രമാണ് എന്ത് കിഴക്കുള്ളത്. അപ്പൊ ഇതിനകത്ത് ഒറ്റപ്പെട്ടത് ഏതാണ്? അത് ഉത്കൽ തീരം അല്ലെങ്കിൽ കലിംഗം തീരമാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ദയവ് ചെയ്ത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾ മാക്സിമം വായിച്ചു പോവുക. അത് ജോഗ്രഫി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, ഏത് നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ, ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ, മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. വരാൻ പോകുന്ന വർഷം നമ്മുടെ വർഷമാണ്. കാരണം നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പേര് നമ്മളെ ഇതുവരെയായിട്ട് കളിയാക്കിയിട്ടുണ്ട്. കുറച്ച് നാളായല്ലോ തുടങ്ങിയിട്ട്. ഇത്രയും കാലമായിട്ട് PSC പഠിക്കാൻ പോയില്ലയോ, ഇത്രയും കാലമായിട്ട് ടെസ്റ്റ് എഴുതുന്നില്ലയോ, ഇതുവരെ ഒരു റാങ്ക് ലിസ്റ്റിലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കി നമ്മളെ പുച്ഛിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എല്ലാവരും അല്ല പറയുന്നത്, ഒരു വിഭാഗം ആളുകൾ. അവിടെ എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ കാണും, നമ്മുടെ അമ്മ കാണും, നമ്മുടെ അച്ഛൻ കാണും. നമ്മൾ എത്ര പരീക്ഷ എഴുതിയിട്ട് ചെന്നാലും ചോറ് വിളമ്പി തരുന്ന അമ്മ അച്ഛൻ കാണും. അല്ലെങ്കിൽ വീണ്ടും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന അമ്മയും അച്ഛനും കാണും, സഹോദരങ്ങൾ കാണും. അവർക്ക് വേണ്ടി ജീവിക്കുക നമ്മൾ. അവർക്കൊരു സന്തോഷം കൊടുക്കും. 2025 അവർക്കൊരു സന്തോഷം കൊടുക്കും. ആ സന്തോഷ വർത്താനം എന്ന് പറഞ്ഞാൽ ആ ചാര നിറത്തിലുള്ള അഡ്വൈസ് ലെറ്റർ മേടിക്കുമ്പം, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലെറ്ററും നിങ്ങൾ അങ്ങോട്ട് മേടിച്ചിട്ട് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിൽ പോയി ഒപ്പിടാൻ പോകുമ്പോൾ ആ അമ്മയും ആ അച്ഛനെയും ആ സഹോദരങ്ങളെയൊക്കെ കൊണ്ടുപോകും. അപ്പൊ അവർക്കുണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2025 പണിയെടുക്കുക. 2025 പണിയുടെ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എഫേർട്ടിന്റെ റിസൾട്ട് 2025 ഉറപ്പായിട്ടും കിട്ടും. തർക്കം വേണ്ട. അപ്പൊ കൃത്യമായി പഠിക്കുക. വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ നിങ്ങൾക്ക് എല്ലാ മത്സര പരീക്ഷയും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.